അങ്ങോട്ട് പോയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം താഴെ ആക്കാൻ നോക്കിയിട്ട് ഇറങ്ങിയതേയില്ല. ഇപ്പം കണ്ട ആ ഒരു പേടി മാറി. ഇപ്പം കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക. ഈ കുയിൽ കൂവുന്നതിനോടൊപ്പം ഇച്ചു തിരിച്ചു പോകുന്നൊരു രംഗമുണ്ട് കാണാം. ആദ്യമായിട്ടാണ് തോന്നുന്നു കുയിൽ പോകുന്ന ഇവൻ കേൾക്കുന്നത്. അതിനൂടെ തിരിച്ചു പോകും. കന്യാകുമാരി എത്തിയതിന് ശേഷം ഞങ്ങൾ റൂം എടുക്കണ്ടേ. ഇപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. ഞങ്ങൾ ഫോണിൽ ഗൂഗിളിൽ നോക്കിയിട്ട് അവിടെ നിന്ന് ആ ബീച്ചിനോട് ചേർന്ന് കിടക്കുന്നൊരു ഹോട്ടലാണ് എടുത്തത്. അവിടെ പോയി ഫ്രഷായി ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഇറങ്ങി. ഏറ്റവും തൊപ്പി മേടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഭയങ്കര വെയിലല്ലായിരുന്നു. അതുകൊണ്ടൊരു തൊപ്പി മേടിച്ച് ഭയങ്കര ആസ്വദിച്ച് പോയി. എവിടെ എന്തോ പാട്ട് കേട്ടോ, ഇച്ചിരി കളിയായിരുന്നു കേട്ടോ. ഉണ്ടല്ലോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനും ഭയങ്കരമായിട്ടും തിരക്ക് കൂടുതലുള്ളത്. അതുകൊണ്ട് ഈ ക്യൂ കണ്ടു. സ്കൂളിൽ നിന്ന് പിള്ളേർ ഇപ്പം ടൂറിൻ്റെ സമയമാണെന്ന് തോന്നുന്നു. ടൂറിന് വന്നേക്കുക പിള്ളേർ. ഒരറ്റം തൊട്ട് ഒരൊറ്റം നേരമുണ്ട്. ഈ വെയിലത്ത് ആ പിള്ളേരെ നിൽക്കുന്നതിനെ സമ്മതിക്കണം. പിന്നെ മാങ്ങയും പൈനാപ്പിളും ഒക്കെ വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നും മേടിച്ച്, മാങ്ങ ഓരോ സൈസ് അനുസരിച്ചാണ് വില കൂടുന്നത്. ഇതിങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ കഴുകി ചെത്തിത്തരാൻ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ ചെത്തി വെച്ചേക്കുന്നതിൽ വെയിൽ കൊണ്ടങ്ങ് ഉണങ്ങി ഒരുമാതിരി വാടിയിരിക്കുന്നത്. അപ്പോൾ വലിയ രുചിയാണല്ലോ. പൂളി ഒരെണ്ണം മേടിച്ച് കഴിച്ചത്. പിന്നെ കുറച്ച് ടോയ്സൊക്കെ നോക്കി. ലാഭം ഉണ്ടായിരുന്നു. കളിപ്പാട്ടമൊക്കെ മേടിക്കാൻ ലാഭം ഉണ്ടായിരുന്നു. ഇച്ചുവിന് ബൊമ്മയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് എത്തിട്ട് എടുത്തുതരാം. ഓടിപ്പോയിക്കാ ചൂടെടുക്കുന്നേ. അപ്പു തറയിലാക്കും മോനെ. ഇറങ്ങിയ സമയം നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബീച്ചിലൊന്നും ഞങ്ങൾ അന്നേരം ഇറങ്ങിയില്ല. ഭയങ്കര തിരക്കുമായിരുന്നു. മോനെ കൊണ്ട് പാടാ വെയിലത്ത് അങ്ങോട്ടൊക്കെ നിൽക്കാൻ. അതുകൊണ്ട് തണൽ തപ്പി നടക്കുമായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയില്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നതെല്ലാം അതിന് വേണ്ടിയിട്ടാണ്. അടുത്ത പ്രാവശ്യം ഇനി പോകുമ്പോൾ എന്തായാലും കയറണം. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ പുനലൂരിൽ നിന്ന് അടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പോയിട്ട് വരാൻ ദൂരമേ ഉള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു. ഇച്ചിന് ഉറക്കം വരും. ഇപ്പോൾ ഉറങ്ങുന്ന സമയം ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമുക്ക് നാളെ വരല്ലയോ? നാളെ രാവിലെ ഇറങ്ങും. നാളെ സൺഡേ ആയിട്ട് തിരക്കായിരുന്നു. ഇങ്ങനെ ആനവാൽ ഇങ്ങനെ വെച്ച് വിൽക്കുന്ന കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചുമ്മാ വില ചോദിച്ചത്. അപ്പോഴത്തേനും ആ മാമൻ ചാടി വീണ് അത് ഒറിജിനലാന്ന് കത്തിച്ച് കാണിക്കും. പിന്നെ അതിൻ്റെ ഉപയോഗമൊക്കെ പറഞ്ഞൊരു പേടി മാറാനും മോതിരമായിട്ട് കുഞ്ഞിൻ്റെ കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണെന്നും പറഞ്ഞ് 600 രൂപയും കേട്ടോ ഒരു ആനവാലിന് വില പറഞ്ഞത്. പിന്നെ നമ്മൾ പിന്നെ വാങ്ങിച്ചില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നിയോണ്ട് വാങ്ങിച്ചില്ല. പിന്നെ റൂമിൽ പോയി ഫ്രഷായിട്ട് വൈകിട്ട് ഇറങ്ങി. ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വെച്ച് വൈകിട്ടിറങ്ങി. നമ്മുടെ അടുത്ത് തട്ടുകട പോലെ നോക്കി എന്തോ തിരക്കാന്ന് നോക്കി. വഴിയിലൊക്കെ ഇതുപോലെ ഈ വലിയ വലിയ മീനൊക്കെ പൊരിക്കാൻ വേണ്ടി മുളകൊക്കെ പുരട്ടി വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞങ്ങൾ ഒരറ്റത്ത് നിന്ന് ഒരറ്റം വരെ നടന്ന് എവിടെ കയറി ഫുഡ് കഴിക്കണമെന്നും പിന്നെ ഒന്നെല്ലാം ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് നടന്ന്. ഞങ്ങളിങ്ങനെ നടന്ന് കാണുന്നു. ഒരു കട കണ്ടിട്ട് അവിടെ കയറാമെന്ന് വിചാരിച്ച് അവിടെ കയറിയിട്ട് ഞങ്ങൾ അൽഫാമാണ് മേടിച്ചു. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന അത്ര വരത്തില്ല കേട്ടോ. അവിടെ നിന്നും ഞങ്ങൾ അൽഫാമും പൊറോട്ടയും വാങ്ങിച്ച്. ഇച്ചുവിന് മുട്ട പൊരിച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കൊടുത്തത്. ഇച്ചുവിന് ഞാൻ ഇവിടുന്ന് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാലും അവൻ നമ്മൾ കഴിക്കുമ്പോൾ വെറുതെ നോക്കിയിരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവന് വായിൽ വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബീച്ചിൽ പോയത്. അപ്പം ആളും കുറഞ്ഞ് തണലുമാണ്. വെയിലൊന്നും ഇല്ലല്ലോ. അപ്പം നല്ല രസമായിരുന്നു. ഇപ്പം ഇച്ചു അവിടെ നിന്ന് ഓടി കളിക്കുന്നതായിട്ട് ഇവരെന്തോ ഫോട്ടോഷൂട്ട് എടുക്കാൻ വന്ന ആൾക്കാരാട്ടോ. ഇച്ചു ഓടി കളിക്കുന്നതായിട്ട് അവൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കുക.
പിന്നെ ഞങ്ങൾ സൺസെറ്റ് കണ്ടില്ലായിരുന്നു, അതുകൊണ്ട് രാവിലെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റ് വന്നു. അപ്പോൾ എന്നാലും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. സൺറൈസ് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ അങ്ങോട്ട് പോയപ്പോൾ തിരക്കൊന്നുമില്ലായിരുന്നു കേട്ടോ. ബ്രിഡ്ജിൽ കയറി തിരിച്ചു വന്നപ്പോൾ കണ്ട ഇഷ്ടംപോലെ ആൾക്കാർ വരിയായിട്ട് നിൽക്കുക ഇവിടെ ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ റൂമിൽ പോയി കിടന്നതും അപ്പോഴേ ഇറങ്ങി. ഫുഡ് കഴിച്ചിട്ടാട്ടോ പോയത്, അതൊന്നും എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാനും കിടന്ന് ഇച്ചു ഒറ്റ ഉറക്കം. ഞങ്ങൾ നല്ല ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയായപ്പോഴത്തേന്, ഉച്ചയല്ല ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങി വന്ന് കരിക്കും വെള്ളം കുടിക്കും. കുടിക്കാൻ സമ്മതിക്കുന്നില്ല, അവൻ ആ സ്ട്രോ വേണം അതിന് വേണ്ടിയിട്ട് പിടിക്കും. അവന് കുടിച്ചിട്ട് അവന് വെള്ളത്തിൻ്റെ രുചി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അവൻ കുടിച്ചില്ല, അവൻ ആ സ്ട്രോയ്ക്ക് വേണ്ടി എൻ്റെ അടുത്ത് വഴക്കൊണ്ടൊക്കെ എന്നെ കുടിക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. പിന്നെ കുറച്ച് അവിടെ ഇങ്ങനെ ഭയങ്കര വെയിലായിരുന്നു, കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് പോയി ചോറ് മേടിച്ച് കഴിച്ച് ഇച്ചൂനും കൊടുത്ത് ഞാനും കഴിച്ച്. എൻ്റെ അനിയൻ വന്നില്ല, ആൾ റൂമിൽ കിടന്ന് നല്ല ഉറക്കുക. അവനുള്ള ഫുഡ് ഞാൻ വന്നിട്ട് മേടിക്കണം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് 2:30 2:45 തോന്നുന്നു ട്രെയിൻ. ഞങ്ങൾ വന്നപ്പോഴും താമസിച്ചു. ട്രെയിൻ എടുക്കുന്നതിന് 10 മിനിറ്റ് മുമ്പിട്ടാണ് ട്രെയിനിൽ വന്ന് കയറിയത്. കയറി ഞങ്ങൾ പുനലൂരെത്തി. ഇച്ചു അവിടെ അവൻ്റെ പാവക്കുട്ടിയെ കണ്ടതിൻ്റെ സന്തോഷം. ഈ പാവക്കുട്ടി അങ്ങോട്ട് പോയപ്പോൾ ആശാൻ ഓർത്തില്ലെന്ന് തോന്നുന്നു. ഓർത്തായിരുന്നു ഇതും കൊണ്ട് ഞാൻ പോവേണ്ട വന്നേനെ. അതിനെ കണ്ടിട്ട് അതിനെ കൊണ്ട് നടക്കുക. മോനെ ഇട്. 100 രൂപ പോലെ അങ്ങോട്ട് അതേ ഉള്ളൂ.